നല്ല പരിചയമുണ്ടല്ലോ. ഓ അത് ശരി, ഈ താടിക്കാരനാണല്ലേ ഈ ഇരിക്കുന്ന മുതല്. നിന്റെ അമ്മയുടെ നമ്പർ പറയാ. 9846113. ഫോണുണ്ടോ നിന്റെ കയ്യില്? ഉണ്ടെങ്കിൽ ഒരു 5 രൂപ ട്രാൻസ്ഫർ ചെയ്ത് തരും. നാളെ റീചാർജ് ചെയ്ത് തരാം. കഷ്ടം. എന്തുവാടേ നീ നമ്പർ കുറവച്ചേ. ആരെയൊക്കെ പണിയേപ്പിച്ച എന്നെ പറഞ്ഞാൽ മതി. ഒന്ന് നീ നിക്കടേ. ഹലോ. ആ പറ. ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടോണ്ടാ മതി. എന്തൊക്കെ ഈ പറയുന്നേ? നിങ്ങൾ എന്നോട് തന്നെയാണോ സംസാരിക്കുന്നേ? നിങ്ങളുടെ മകൾ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. എത്രയും പെട്ടെന്ന് അവളുടെ ട്യൂഷന് കൊണ്ടുവന്ന ബാഗുമായി ഞാൻ പറയുന്ന സ്ഥലത്ത് വേഗം വരിക. അല്ലെങ്കിൽ ഉണ്ടല്ലോ പിച്ച്, ഞാൻ അവളെ പിച്ച് കൊല്ലും. പക്ഷേ ഒരു കടി കൂടെ ഞാൻ കൊടുത്തേക്കട്ടെ. വട്ടായോ? ഞാനിങ്ങോട്ട് വരട്ടെ, കാണിച്ചു തരാം. ഓഹോ, അല്ല വച്ചേ, എന്റെ ഭാര്യയുടെ പേരും നിന്റെ അമ്മയുടെ പേരും ഒന്ന് തന്നെയാണോ? ഇവിടെ പൊട്ടൻ കൊണാപ്പാ, താൻ തന്റെ ഭാര്യ തന്നെയാണോ വിളിച്ചത്? എടോ, തന്നെ എനിക്ക് മനസ്സിലായിടോ. താൻ എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ച് ചെയ്തിരിക്കുന്ന ആളല്ലേ? ആശാനെ നമ്മൾ പെട്ട കേട്ടോ. ആശാന്റെ ഭാര്യ ആന്ന വാർത്ത ഇപ്പം വരും. ഞങ്ങള് പോവാ, നമുക്ക് പോവാണോ? ചതിക്കില്ലടാ, പോവല്ലേ മോളെ. ഒരു കയ്യവത്ത് നാട്ടിക്കരുത്. അവൾ ഇപ്പൊ വരും. അവൾ ഇപ്പൊ വന്ന എന്നെ ഒലക്കി കടിച്ചു കുത്തും. രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചുതരാം. ആദ്യം കെട്ടുന്ന അയച്ചു നോക്കി നിൽക്കാൻ അയച്ചു വിടടാ. ആരെങ്കിലും ഒന്ന് അഴിച്ചു വിടടേ. അല്ല, താൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ? എന്റെ പൊന്നു മോള്, നാളെ കണക്ക് ശരിയായിക്കൊണ്ട് വന്നില്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറിന്റെ കയ്യിൽ നല്ല അടി കൊണ്ടു. നീ എന്റെ ഉത്തരം എഴുതുന്ന ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആ ബാഗ് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് അത് എന്നോട് വെച്ചാ പോയായിരുന്നോ? ഇവന്റെ ഐഡിയയാ. ഇവൻ പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത്. ഉപദ്രവിക്കരുത്. അത് പോട്ടെ, ആന്റി ഇപ്പൊ വരില്ലേ? രക്ഷപ്പെടണ്ടേ? അതിനുള്ള വഴിയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. എന്താണ് നടക്കുന്നേ? ഏതാ ഈ പെങ്കൊച്ച്? ആന്റിക്ക് മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ ഒരുമിച്ച് ട്യൂഷൻ പഠിക്കണേ. ഞാനിപ്പോ കമ്പനി സ്റ്റഡിക്ക് വന്നതാ അല്ലേ അങ്കിളെ? അത് നിങ്ങളന്മാരെന്തിനാ ഇവിടെ?
നിങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ ഇവിടെ കണ്ടുപോരുന്ന്. ഓ, അവന്റെ ഒരു കോലം കണ്ടോ? തനിക്ക് മുടിയെങ്കിലും വെട്ടിക്കൂടെ? തന്നെ 10ാം ക്ലാസ് ജയിച്ച് കിട്ടിയ ആ പ്യൂണിന്റെ ജോലി ശരിയാക്കി തരാമെന്ന് കൗൺസിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവന്മാരുടെ കള്ള് കമ്പനി. ഞാൻ പഠിച്ചോളാം, അതിനല്ലേ ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയത്, അല്ലയോ മോളെ? സത്യം. ആ, അതൊക്കെ പോട്ടെ. താനെന്താ ഫോണിൽ കൂടി വിളിച്ച് കുറെ പിച്ചുമ്പയൊക്കെ പറഞ്ഞത്? അത് പിന്നെ പാഠഭാഗങ്ങൾ നിന്നെ ചൊല്ലി കേൾപ്പിച്ചതാ. താനൊന്ന് ട്യൂഷന് പോയില്ല അല്ലേ? മോള് വീട്ടിൽ പോയിക്കോ. താനിക്ക് വേണ്ടോ എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. ഇന്ന് തന്നെ ഞാൻ നോക്കിക്കോ. അപ്പൊ പോട്ടെ ഞങ്ങളെ. ആ പിന്നെയില്ലേ, ഞാൻ എഴുതിയ ഉത്തരവില്ലേ അത് തെറ്റായിരുന്നു. ടീച്ചർ ഒരു 500 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ അങ്ങൾ വരുമ്പോൾ എനിക്കും വേണ്ടിയിട്ട് ആ ഇമ്പോസിഷൻ എഴുതി തരണം. ഓക്കെ? പോട്ടെ ആശാനെ. പോട്ടെ അബ്ലോസുണ്ട്, അലക്സ് ഉണ്ട്. ബൈ ഉണ്ട് സാബു. ആശാനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആശാനെ, ഇന്നും ലക്ക തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യാം, 10ാം ക്ലാസ്സിലെ റിസൾട്ട് കഴിഞ്ഞിട്ട് ജീവനോട് ഉണ്ടെങ്കിൽ കാണാം. പോട്ടെ ആശാനെ.